ശബരിമല മേൽനോട്ടത്തിന് വികസന അതോറിറ്റി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി ചെയർമാനും ദേവസ്വം മന്ത്രി വൈസ് ചെയർമാനുമായാണ് അതോറിറ്റി രൂപീകരിച്ചത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതോറിറ്റിയുടെ ഭാഗമാകും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ ശബരിമല വികസനത്തിന് ഒരു അതോറിറ്റി രൂപീകരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി, ദേവസ്വം മന്ത്രിയൊക്കെ ആ സമിതിയിലുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. ശബരിമലയുടെ വികസനം കാര്യക്ഷമമാക്കുക, ഉറപ്പാക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വികസന അതോറിറ്റി രൂപീകരിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. അതായത് ഒരു ഉന്നതാധികാര സമിതി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. മുഖ്യമന്ത്രി ചെയർമാനും അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രി വൈസ് ചെയർമാനുമായിട്ടാണ് ഈ ഉന്നതാധികാര സമിതി അതോറിറ്റി ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വകുപ്പുകൾ വരുന്നോ ആ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, അതായത് റവന്യൂ ആയാലും ശരി, മറ്റ് ദേവസ്വം, ഇത്തരത്തിലുള്ള ഏതൊക്കെ വകുപ്പുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ ആ വകുപ്പുകളിലെല്ലാം ഉദ്യോഗസ്ഥരും ഈ സമിതിയിലെ അംഗങ്ങളാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിലാണ് ഈ വിഷയം ദേവസ്വം മന്ത്രി അവതരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്നത് വികസനങ്ങൾ ഉറപ്പാക്കുക എന്നാണ്. നമുക്കറിയാം, റോപ്പേ അടക്കമുള്ള വികസനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. വനഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന്റെ കാലതാമസം ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ വേഗത്തിൽ കാര്യക്ഷമമായ രീതിയിൽ ശബരിമലയുടെ വികസനം ഉറപ്പാക്കുക എന്നതൊക്കെയാണ് ഈ ഉന്നതാധികാര സമിതി ലക്ഷ്യം വെക്കുന്നത്. അല്ലാതെ ഈ വികസന അതോറിറ്റി ലക്ഷ്യം വെക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വികസന അതോറിറ്റി രൂപീകരിച്ചതെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. 2020 ആണ് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് തുടർന്ന് അതിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ചർച്ചകൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അത്തരമൊരു സമിതിയെ യാഥാർത്ഥ്യമായി വരുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് കൃത്യമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് വികസനങ്ങൾ ഉറപ്പാക്കുക എന്നാണ് പറയുന്നെങ്കിൽ പോലും അത്തരത്തിൽ എത്രത്തോളം കാര്യക്ഷമമായി ഇത് പ്രവർത്തിക്കാൻ കഴിയും, ഈ സമിതിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നൊന്നും കൃത്യമായി ഇപ്പോഴും ഉറപ്പാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നീളുന്നത് കാലാകാലമായിട്ടാണ്. ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരവസ്ഥയാണ് പമ്പയിലടക്കം ഉണ്ടാകുന്നത്. ഓരോ മണ്ഡലകാലം വരുമ്പോഴാണ് പലപ്പോഴും ശബരിമല വികസനം ഉറപ്പാക്കണമെന്ന ബോധം സർക്കാരിനുണ്ടാകുന്നത്. ആ മണ്ഡലകാലത്തോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ വൃശ്ചിക മാസം തുടങ്ങുന്നതിന് മുമ്പായിരിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നിരിക്കെ ഈ വികസന അതോറിറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യങ്ങളും ഇപ്പോൾ ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ ഇത്തരം കാര്യങ്ങൾ പറയുകയും ഇതിനനുസരിച്ച് ഏതൊക്കെ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി വരണമെന്നടക്കമുള്ളൊരു ലിസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് വികസനങ്ങൾ ഉറപ്പാക്കേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, അതുപോലെ തന്നെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വികസനങ്ങൾ, ഇത്തരത്തിലുള്ള ഒട്ടേറെ ഒരു നയരേഖ പോലും ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ റോപ്പ് വേ അടക്കമുള്ളവയ്ക്ക് വനഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു. അത്തരത്തിൽ ഒരു തർക്കം ഉണ്ടാകുകയും തുടർന്ന് പിന്നീട് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ നിന്നുള്ള റവന്യൂ ഭൂമി വനം വകുപ്പിന് കൈമാറിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ റോപ്പ് വേ പദ്ധതിക്കായിട്ട് വനഭൂമി ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. സന്നിധാനവുമായി ബന്ധപ്പെട്ടായാലും ശരി, ശബരിമലയുമായി ബന്ധപ്പെട്ടായാലും ശരി, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ഇടങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം വികസന പ്രവർത്തനങ്ങളെല്ലാം ഉറപ്പാക്കേണ്ടതുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കണം എന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അതോറിറ്റിയുടെ രൂപീകരണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്, ദേവസ്വം മന്ത്രി പറയുന്നത്. അതിലെ ആണ് ഈ മുഖ്യമന്ത്രി തന്നെ ചെയർമാനായി, ആ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം എന്ന നിലയിൽ വരുന്നത്. അതിന്റെ തൊട്ടു താഴെ ദേവസ്വം മന്ത്രി ഉണ്ടാകും, മറ്റു ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ഉണ്ടാകുകയും ചെയ്യും. വികസനങ്ങൾ മുന്നോട്ട് ഉണ്ടാകും എന്നൊക്കെയാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശബരിമലയുടെ കാര്യം വരുമ്പോഴേക്കും പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഫണ്ട് കൊടുക്കാത്തടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ വാർത്തയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ശബരിമലയിൽ നിന്നും ഭക്തർ കൊടുക്കുന്ന ഭക്തരുടെ ദക്ഷിണ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഭക്തർ കൊടുക്കുന്ന സംഭാവനകളാണ് പിന്നീട് മറ്റു രീതിയിൽ മാറുന്നതടക്കമുള്ള മറ്റു ക്ഷേത്രങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും നേരത്തെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം കാര്യക്ഷമമായിട്ട് ഈ വികസനം ഉറപ്പാക്കാൻ കഴിയുമെന്നൊന്നും നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാലും സർക്കാർ അതിൻ്റെ ഭാഗമായിട്ടൊരു വികസന അതോറിറ്റി എന്ന നിലയിൽ ഒരു അതോറിറ്റി രൂപീകരിച്ചു എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഇനി കൂടുതൽ പ്രവർത്തനങ്ങൾ അറിയണമെങ്കിൽ ഇതിൻ്റെ മുന്നോട്ട് പോക്ക്, അല്ലെങ്കിൽ ഇത് രൂപീകരിച്ചതിന് ശേഷം, ഈ അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷമുള്ള മുന്നോട്ട് പോക്കിൽ എങ്ങനെയായിരിക്കും പ്രവർത്തനങ്ങൾ
ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും ഇനി ഇതിൻ്റെ ഒരു മെറിറ്റ് നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. തൽക്കാലം ഇത്തരത്തിലൊരു അതോറിറ്റി രൂപീകരിച്ചു എന്നത് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പറയാൻ കഴിയുന്നത്. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അല്ലെങ്കിൽ ഈ ഒരു സമിതിയും ഒരു പേപ്പർ സമിതിയായിട്ട് മാറുമെന്നല്ലാതെ മുഖ്യമന്ത്രിയും ഈ ദേവസ്വം മന്ത്രിയും എല്ലാം ഇതിൻ്റെ തലപ്പത്തേക്ക് വരുന്നു എന്നതല്ലാതെ മറ്റ് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു സത്യസന്ധമായിട്ടുള്ള രീതിയിൽ, ആത്മാർത്ഥമായ രീതിയിൽ ശബരിമലയോടും അതുപോലെ തന്നെ ഭക്തരോടും, അയ്യപ്പൻ്റെ ഭക്തരോടുമെല്ലാമുള്ള ആ ഭക്തരോടുള്ളൊരു ആത്മാർത്ഥതയുടെ പുറത്താണ് സർക്കാർ ഇതൊക്കെ ചെയ്തതെങ്കിൽ അതൊരു ഗുണകരമായ മാറ്റമായിരിക്കാം, ഒരു ഗുണകരമായി വരുമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് നേരത്തെ തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന തലത്തിൽ ഇത്തരത്തിലൊരു പേപ്പറിൽ ഒതുങ്ങി അല്ലെങ്കിൽ ചുവപ്പ് നാടയിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. വികസനങ്ങൾ എങ്ങുമെത്താത്ത രീതിയിൽ ശബരിമലയിൽ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണോ അത് തുടരുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു സമിതിയെ രൂപീകരിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ. ഓക്കെ, ശരി പ്രശാന്ത്. പ്രകാശൻ മേൽക്കുട്ടി പറയുന്നത് അവിടെ ഈ വന്യജീവി ആക്രമണം തടയാൻ ഒരു വേലി കൂടി ശബരിമലയ്ക്ക് കിട്ടുമെന്നൊക്കെ. ശബരിമലയിൽ അത്തരത്തിലുള്ള വേലിയുടെ ആവശ്യമില്ല. കാരണം ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ തന്നെ 18-ാം പടിയുടെ മുകളിലാണ് അയ്യൻ. അപ്പോൾ എന്തായാലും അതിന് മുകളിലേക്ക് വന്യജീവി ആക്രമണം ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ആ ഒരു തരത്തിലാണ് ആ ക്ഷേത്രത്തിന്റെ നിർമ്മിതി. മാത്രമല്ല, ഈ വന്യജീവികളെ ശല്യപ്പെടുത്താതെ കാനനത്തിലൂടെ പോയി അയ്യപ്പനെ കണ്ട് ദർശനം നടത്തുക എന്നുള്ളത് ഭക്തജനങ്ങൾ സ്വയം വിചാരിക്കേണ്ട കാര്യമാണ്. പ്ലാസ്റ്റിക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ബഹളങ്ങളില്ലാതെ പോയി, അത് എനിക്ക് തോന്നുന്നു വ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്ന യഥാർത്ഥ ഭക്തൻ ഒരിക്കലും ഇത് ചെയ്യാറില്ല. അങ്ങനെ ചെയ്തതോ അല്ലെങ്കിൽ ആ തരത്തിൽ ഏതെങ്കിലും ഒരു ആക്രമണം പ്രകൃതിയുമായി ചേർന്നുള്ള ഈശ്വര സങ്കല്പം തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ പുലിവാഹനൻ എന്നുള്ള സങ്കല്പം തന്നെ അങ്ങനെയാണ്. കാടും ഒക്കെ ഭഗവാനും കാടും മേടും എല്ലാം ചേർന്നുള്ളൊരു സങ്കല്പമാണല്ലോ ശബരിമലയിലുള്ളത്. അവിടെ വനങ്ങൾ നശിപ്പിച്ചുകൊണ്ടുള്ളൊരു വികസനം അവിടെ ആവശ്യമേ ഇല്ല എന്ന് ഉഷാ നെല്ലൂരിനെ പോലുള്ള പ്രേക്ഷകരും ഇതിൽ കുറിക്കുന്നുണ്ട്.